അടൂരിൽ പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ആളുടെ അച്ഛനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമം. അഞ്ചൽ സ്വദേശി ജോൺസനെയാണ് ഭീഷണിപ്പെടുത്തിയത്. 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 പേർ പിടിയിലായി. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, വിവരങ്ങൾ. ഈ കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസത്തിലാണ് ഈ ജോൺസന്റെ മകന്റെ സുഹൃത്തിനെയും പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 10 ദിവസത്തിന് ശേഷം ശ്രീ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഇതിനെതിരെ ഒരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ ഇട്ട് അതിനുശേഷം പിന്നീട് ഈ ശ്രീ വ്ലോഗ്സ് നേരിട്ട് ഈ പിതാവായ ജോൺസനെ വിളിക്കുകയായിരുന്നു. വിളിച്ച് 10 ലക്ഷം രൂപ കൊടുക്കണം, ഇല്ലെങ്കിൽ മകനെതിരെ ഇനിയും അപകീർത്തിപരമായ വാർത്തകൾ നൽകുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി. അതിനോടൊപ്പം തന്നെ പറഞ്ഞ മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത്, അടൂർ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ മകൻ്റെ ഫോൺ പിടിച്ചു വെച്ചിരുന്നു. ഈ ഫോണിൽ നിന്നും പോലീസ് സ്റ്റേഷനിലുള്ളിലുള്ളവർ തന്നെ, അതായത് ഈ ശ്രീ വ്ലോഗ്സിൻ്റെ ഒരു പോലീസ് കൂട്ടുകാരൻ ഇദ്ദേഹത്തിന് ഈ ഫോണിൽ നിന്ന് കുറച്ച് അശ്ലീല വീഡിയോകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോകൾ ഉൾപ്പെടെ വെച്ചായിരിക്കും ഇനിയുള്ള വാർത്തകൾ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുക എന്ന് പറഞ്ഞാണ് ഈ പ്രതിയുടെ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നത്. അതിനുശേഷം 10 ലക്ഷം രൂപ നൽകണമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് അത് 5 ലക്ഷം രൂപയാക്കി. പിന്നീട് വിസ്മയ ന്യൂസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിൻ്റെ 2 നടത്തിപ്പുകാർ, അഗ്നി അതുപോലെ തന്നെ അനീഷ് എന്ന് പറയുന്ന 2 പേർ, അവരും ഇയാളെ ഭീഷണിപ്പെടുത്തുകയാണ്. ശ്രീ വ്ലോഗ്സിന് 5 ലക്ഷം രൂപ നൽകണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണികൾ തുടർച്ചയായി ഒരു മാസത്തിനടുത്ത് ഈ ഭീഷണികൾ തുടർച്ചയായപ്പോഴാണ് പത്തനംതിട്ട SP-ക്ക്, ജില്ലാ പോലീസ് മേധാവിക്ക് ഇദ്ദേഹം പരാതി നൽകുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസിലേക്ക് കൈമാറുകയും അടൂർ പോലീസ് പിന്നീട് ഇതിൽ നടപടിയെടുക്കുകയുമായിരുന്നു. ഇപ്പോൾ നിലവിൽ 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. വിസ്മയ ന്യൂസ് ചാനൽ, ഓൺലൈൻ ചാനലിൽ ജോലി ചെയ്യുന്ന 2 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. അഗ്നി അതുപോലെ തന്നെ അനീഷ് എന്ന 2 പേർ. ഇനി 4 പേർ കൂടെ പിടിയിലാകാനുണ്ട്. മൊത്തം 6 പേർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ ഈ കേസിൽ കേസെടുത്തിരിക്കുന്നത്.